തളിക്കുളം ശ്മശാനം പ്രവർത്തിപ്പിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഎം തളിക്കുളം ലോക്കൽ കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു. തളിക്കുളം സെന്ററിൽ നടന്ന പൊതുയോഗം സിപിഎം നാട്ടിക ഏരിയ സെക്രട്ടറി എം.എ. ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം കെ.ആർ. സീത അധ്യക്ഷയായി. ലോക്കൽ സെക്രട്ടറി ഇ.പി.കെ. സുഭാഷിതൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പി.ഐ. സജിത, അലോക് മോഹനൻ, പി.എസ്. രാജീവ്, ഇ.എ. സുഗതകുമാർ, പി.എ. ഷിഹാബ്, ഷമീർ നാലകത്ത്, ജോളി ബാബു, റഷീദ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ ഈ പൊതുയോഗത്തിനകത്ത് പറയുന്നത് അടിയന്തരമായി ആ ശ്മശാനം തുറന്ന് പ്രവർത്തിക്കാൻ ഈ തീരദേശ വാസികൾക്ക്, അതേപോലെ തന്നെ പ്രത്യേകിച്ച് തളിക്കുളം മണ്ണിലെ പ്രിയപ്പെട്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള നടപടി അടിയന്തര സ്വഭാവത്തിൽ UDF-ന്റെ ഭരണസമിതി ചെയ്യണം എന്നുള്ളതാണ്. കേരളക്കരയിലെ നിയമസഭാ മണ്ഡലത്തിനകത്ത് ജനങ്ങളെ സഹായിക്കാൻ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഈ നാട്ടിക നിയോജകമണ്ഡലത്തിൽ തൃപ്രയാർ പട്ടണത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളെല്ലാം ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2-3 റോഡുകൾ സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി ആ 3 റോഡുകളും സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടുത്തി അതിന്റെ കരാറുകാർ ഏറ്റെടുത്തു. പക്ഷെ ചെയ്തൊരു തെറ്റായ നടപടി എന്താണ്? UDF-ന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഗ്രാമപഞ്ചായത്തിനകത്തെ പ്രസിഡന്റും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റും മറ്റ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മറ്റെല്ലാം ഒത്തൊരുമിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ആ 3 റോഡും ഈ തളിക്കുളം ഗ്രാമപഞ്ചായത്തിനകത്ത് പണിയേണ്ടതില്ല. അത് പിണറായി വിജയന്റെ ഫണ്ടാണ്, ഇടതുപക്ഷത്തിന്റെ ഫണ്ടാണ് എന്നല്ലേ പ്രഖ്യാപിച്ചത്.